നമസ്കാരം. കൂർക്കം വലി എന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ പലർക്കും ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചില ദാമ്പത്യ ബന്ധങ്ങൾ പോലും ഇതുകൊണ്ട് തന്നെ വേർപെട്ടതായിട്ട് കഥകൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൂർക്കം വലി ഒരു രോഗാവസ്ഥയുടെ സൂചനയാകാമോ എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ഉച്ചത്തിലുള്ള കൂർക്കം വലിയോടൊപ്പം ഇടയ്ക്ക് ഏതാനും സെക്കൻഡുകൾ ശ്വാസം നിലയ്ക്കുന്ന ഒരു രീതി, അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ അമിതമായ ഉറക്കം തൂങ്ങൽ, പ്രത്യേകിച്ച് നമ്മൾ വളരെ ഗൗരവമുള്ള ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിൽ ഏർപ്പെടുമ്പോൾ പോലും ഉറക്കം തൂങ്ങാനുള്ള ഒരു പ്രവണത, ഇവയെല്ലാം വളരെ ഗൗരവമുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ എന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ലക്ഷണങ്ങളാവാം. അതായത് ഉച്ചത്തിലുള്ള കൂർക്കം വലിയുടെ ഇടയ്ക്ക് ഏതാനും നിമിഷങ്ങൾ ശ്വാസം നിലച്ചു പോകുന്ന ഒരവസ്ഥ, അതിനുശേഷം പകൽ സമയം ഉറക്കം തൂങ്ങൽ എങ്ങനെയാണ്? വളരെ സീരിയസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസിൽ വ്യാപൃതമായിരിക്കുമ്പോൾ പോലും വരുന്ന ഉറക്കം തൂങ്ങൽ, ഇവയെല്ലാം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ഒരു ലക്ഷണമാവാം. അതായത് നമ്മുടെ ഈ മുകളിലത്തെ ശ്വാസനാളം നമ്മൾ കിടക്കുന്ന സമയത്ത് തികച്ചും അടഞ്ഞു പോയിട്ട് ചില സന്ദർഭങ്ങളിൽ ഓക്സിജൻ്റെ കുറവുണ്ടാകുകയും അതുമൂലം പകൽ സമയങ്ങളിൽ ഉറക്കം തൂങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകുകയും ആണ് ചെയ്യാറ്. അപ്പോൾ ഇതിന് നമുക്ക് പരിഹാരമായിട്ട്, പ്രത്യേകിച്ച് ഇത് അമിതഭാരമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ അപ്പർ എയർവേ ENT സംബന്ധമായിട്ടുള്ള ചില ക്രമക്കേടുകൾ ഉള്ള ആൾക്കാർ, ഇവരിലെല്ലാമാണ് കണ്ടുവരുന്നത്. അമിതഭാരമുള്ള ആൾക്കാരിൽ നമുക്ക് ഭാരം കുറയ്ക്കുക എന്നത് തന്നെയാണ് പോംവഴി. ENT പ്രശ്നങ്ങൾ, ഒന്നെങ്കിൽ സൈനസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാൻ ഇന്ന് നമുക്ക് വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഒരു ENT സർജനെ സമീപിച്ച് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെടുക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ കിടക്കുമ്പോൾ ചരിഞ്ഞ് കിടക്കുക, ഒരു വശം ചരിഞ്ഞ് കിടക്കുക എന്നുള്ള ഒരു പരിധിവരെ ഒരു പരിഹാരമാവാറുണ്ട്. എന്നാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന ഒരു പരിശോധനയിലൂടെ കണ്ടെത്തുകയും അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഓക്സിജൻ്റെ കുറവുകൾ സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് ബൈപാപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CPAP എന്ന് പറയുന്ന ഒരു മെഷീൻ, ആ മെഷീൻ വഴി ഈ എയർവേസ് അടഞ്ഞു പോകുന്ന മുൻപിലുള്ള ശ്വാസനാളം തുറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈപാപ്പോ CPAPോ ഉപയോഗിക്കേണ്ട ഒരവസ്ഥയും വരാം. അപ്പോൾ തീർച്ചയായിട്ടും അമിതഭാരത്തിനെ തടയുക തന്നെ വേണം. അമിതഭാരമുള്ളവർ തൂക്കം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ലീപ്പ് സ്റ്റഡിക്ക്, ഉറങ്ങുന്ന സമയത്തുള്ള ഒരു പരിശോധനയാണിത്, ഇതിന് വിധേയരാകണം. അതുപോലെ തന്നെ ഒരു ENT വിദഗ്ധൻ്റെ സഹായം തേടുകയും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും കൂർക്കം വലി ഒരു നിസ്സാരമായിട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു കാര്യമല്ല. ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. ചില കൂർക്കം വലികളെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ അടയാളമാവാം. നന്ദി.